കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരനെതിരെ പ്രയോഗിച്ച കൂടോത്രത്തെക്കുറിച്ചാണിപ്പോൾ ചർച്ച മുഴുവനും. സുധാകരൻ അദ്ദേഹത്തിന് ഒന്നിനു പിറകെ ഒന്നായി ആരോഗ്യ പ്രശ്നങ്ങൾ, അസുഖമൊഴിഞ്ഞ നേരമില്ല. അപ്പോഴാണ് കാസർഗോഡ് എംപിയും കൂടോത്രം സ്പെഷ്യലിസ്റ്റുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു മന്ത്രവാദിയെയും കൂട്ടി സുധാകരൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത്. മന്ത്രവാദി പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് മുട്ടനൊരു കൂടോത്രം. 1.5 വർഷം മുമ്പുള്ള ഈ ദൃശ്യങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ. കെ സുധാകരന്റെ കണ്ണൂരിലെ വീട്ടിൽ നിന്ന് കൂടോത്രം കണ്ടെടുക്കുന്ന ദൃശ്യങ്ങളൊക്കെയും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കു നേരെ നടന്ന ആദ്യ കൂടോത്രമാണോ ഇത്? അല്ല. കഴിഞ്ഞ കുറച്ചു കാലത്തിനിടെ പല കോൺഗ്രസ് നേതാക്കളുടെയും വീട്ടിൽ നിന്ന് കൂടോത്ര സാമഗ്രികൾ കണ്ടെടുത്തിരുന്നു. 6 വർഷം മുമ്പ്, അതായത് 2018-ൽ മുൻ കെ.പി.സി.സി അധ്യക്ഷൻ വി.എം. സുധീരന്റെ വീട്ടിൽ നിന്നും കൂടോത്രം കണ്ടെടുത്തിരുന്നു. ഇത് കണ്ടെത്തിയതും രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു. മന്ത്രവാദിയുമായി എത്തിയ ഉണ്ണിത്താൻ സുധീരന്റെ വീട്ടിലെ കൂടോത്രം കണ്ടെടുത്തു. കോൺഗ്രസിൽ അന്ന് ഗ്രൂപ്പ് വഴക്ക് ആളിക്കത്തി നിന്നിരുന്ന കാലം. കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സുധീരൻ പടിയിറങ്ങിയതിനു പിന്നാലെയാണ് കൂടോത്രം കണ്ടെത്തിയത്. തിരുവനന്തപുരത്തെ സുധീരന്റെ വീട്ടിലെ പൂന്തോട്ടത്തോട് ചേർന്നിട്ടുള്ള വാഴയുടെ ചുവട്ടിൽ നിന്ന് കൂടോത്ര വസ്തുക്കൾ പലതും കണ്ടെത്തി. നേരത്തെ 8 തവണ വീട്ടിൽ നിന്നും കൂടോത്രം കണ്ടെടുത്തിട്ടും സുധീരൻ പുറത്തു പറഞ്ഞില്ല. 9ാം തവണയും കൂടോത്ര ഉപകരണങ്ങൾ കണ്ടെടുത്തതോടെയാണ് സഹികെട്ട് ഇക്കാര്യം സുധീരൻ മെഡിക്കൽ കോളേജ് പോലീസിനെ അറിയിച്ചത്. കണ്ണ്, കൈകൾ, കാലുകൾ, ആൾരൂപം, ശൂലങ്ങൾ, ലിഖിതമുള്ള ചെമ്പ് തകിടുകൾ, വെള്ളക്കല്ലുകൾ തുടങ്ങിയവയൊക്കെയാണ് സുധീരന്റെ വീട്ടിൽ നിന്നുള്ള കൂടോത്രത്തിൽ ഉണ്ടായിരുന്നത്. കുപ്പിയിൽ നിന്ന് ലഭിച്ച കൂടോത്ര വസ്തുക്കൾ മെഡിക്കൽ കോളേജ് പോലീസിനെ ഏൽപ്പിച്ചു. പക്ഷേ ഇന്നേ വരെ കൂടോത്രം നടത്തിയത് ആരാണെന്ന് പോലീസ് കണ്ടെത്തിയില്ല. കെ സുധാകരന്റെ തിരുവനന്തപുരത്തെ പേട്ടയിലെ വീട്ടിൽ നിന്നും കെ.പി.സി.സി ഓഫീസിലെ മുറിയിൽ നിന്നുമൊക്കെ കൂടോത്ര സാമഗ്രികൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ സുധാകരന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നും കൂടോത്ര സാമഗ്രികൾ പൊക്കി. കണ്ണൂർ DCC ഓഫീസ്, കണ്ണൂരിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിലും ഇതേ കാര്യങ്ങൾ ആവർത്തിച്ചു. സുധാകരനു വേണ്ടി തിരഞ്ഞെടുപ്പിൽ കെട്ടിയ ഒരു കോൺഗ്രസ് പതാകയ്ക്കുള്ളിൽ നിന്ന് പോലും തകിട് കണ്ടെടുത്തിരുന്നു. അടുത്തിടെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ബാലകൃഷ്ണൻ പെരിയയുടെ വീട്ടിൽ നിന്നും കൂടോത്ര സാമഗ്രികൾ കണ്ടെടുത്തിരുന്നു. ഇവിടങ്ങളിലെല്ലാം രാജ്മോഹൻ ഉണ്ണിത്താൻ മന്ത്രവാദിയുമായി എത്തിയാണ് കൂടോത്ര സാമഗ്രികൾ ഓരോന്നും പൊക്കിയത്. ഉണ്ണിത്താന്റെ വീട്ടിലും കൂടോത്രം നടന്നിരുന്നു. സുധീറിന് മുമ്പ് കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനം വഹിച്ചിരുന്ന ഉന്നത കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ നിന്നും കൂടോത്ര സാമഗ്രികൾ കണ്ടെടുത്തിരുന്നു. കൂടോത്രത്തിന് പിന്നിൽ കെ.പി.സി.സി ഓഫീസിലെ ഒരു ജീവനക്കാരനായിരുന്നുവെന്നാണ് പലരുടെയും സംശയം. അടുത്ത കാലത്ത് ഇയാളെ ഓഫീസിൽ നിന്ന് പുറത്താക്കിയിരുന്നു. എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്ന് ചോദിച്ചാൽ കോൺഗ്രസിനുള്ളിൽ മാത്രമല്ല കൂടോത്രം, CPM നേതാക്കളുടെ വീട്ടിലും ഇത്തരം കൂടോത്രങ്ങളൊക്കെ ഉണ്ടെന്നാണ് പാർട്ടിക്കാർ പറയുന്നത്.